பாக்கியலட்சுமி. நான் ஏஜேகே காலேஜில் 3rd இயர் பிஎஸ்சி காஸ்டியூம் ஃபேஷன் டிசைனிங் படிக்கிறேன். இங்கே ஓணம் செலிப்ரேஷன் வந்து நான் இது வரைக்கும் பார்த்ததில்லை. இங்கே வந்ததுக்கப்புறம் தான் எனக்கு தெரிஞ்சது ஓணம் எப்படி நடக்குது, எப்படி ராஜாவெல்லாம் கூட்டு வந்து ஹெலிகாப்டரில் இறக்கி இந்த மாதிரிலாம் செலிப்ரேட் பண்ணியிருக்காங்க. இப்போ 3 டேஸாக இந்த ஓணம் ஃபங்க்ஷன் நடந்துகிட்ருக்குது. இதுதான் ஃபைனல் டே. இப்போது சத்யாலாம் போட்டு இந்த மாதிரி ஃபுட்டெல்லாம் ப்ரொவைட் பண்ணி இது பண்ணுறாங்க. இப்போ வந்து இங்கே தமிழ்நாடு ஸ்டூடெண்ட்ஸு, கேரளா ஸ்டூடெண்ட்ஸ் எல்லாருமே மிங்கிள் ஆகி ஒன்றா தான் செலிப்ரேட் பண்ணுறோம். இப்போ ஓணமில் இது கேரளாவில் தனியாக, இங்கே தமிழ்நாடு தனியாக அந்த மாதிரி இல்லை, எல்லாம் മിങ്കിൾ பண்ணி தான் സെലിബ്രേറ്റ് பண்ணுறாங்க. ഇங்கே ഇവിടെ കോളേജിൽ ഞങ്ങൾ വന്നിട്ട് 3 ദിവസം പരിപാടിയായിരുന്നു. ഫസ്റ്റ് ദിവസം ഞങ്ങൾ കോമ്പറ്റീഷൻസൊക്കെ ആയിരുന്നു. പിന്നെ നെക്സ്റ്റ് ദിവസം മെഹാ തിരുവാതിര ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്ന് മാവേലി ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങി. അങ്ങനെ കുറേ പരിപാടി ഉണ്ടായിരുന്നു. കുറേ ചെണ്ടമേള, പിന്നെ ഡ്രംസ് ബാൻഡ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ അടിച്ച് പൊളിച്ചിട്ടിരിക്കുന്ന ഓണം. വാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ അബോധത്തോടെ വസിച്ചും കാലം കാരം. എല്ലാ വർഷവും ഞങ്ങളിവിടെ ഓണം ആഘോഷിക്കാറുണ്ട്. ഇന്ന് സ്പെഷ്യലായിട്ട് ഹെലികോപ്റ്ററിലാണ് ഞങ്ങൾ മഹാബലിയെ വരവേറ്റത്. പിന്നെ ഓണസദ്യ ഉണ്ടായിരുന്നു. പിന്നെ അതോടനുബന്ധിച്ച് കുറേ മത്സരങ്ങൾ നടത്തി. ഓണപ്പൂക്കളം, വടംവലി, ഉറിയടി, അതുപോരാണ്ട് ഓട്ടംതുള്ളൽ, പിന്നെ കളരി ഫൈറ്റ്, മോഹിനിയാട്ടം എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാ വർഷത്തേക്കാളും ഞങ്ങൾ ഇത്തവണ ഫ്രണ്ട്സിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. ഇതൊരു 10 ദിവസത്തെ ഓണാഘോഷമാണ്. മാവേലിയെ സന്തോഷിച്ച് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കേരളത്തിൽ 10 ദിവസം ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. 10 ദിവസം എല്ലാവരുടെയും വീടുമുറ്റത്തും പൂക്കളിട്ടിട്ടും സദ്യ വെച്ചും ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ കോളേജിലും എല്ലാ വർഷത്തേക്കാളും ഏറ്റവും ഗംഭീരമായിട്ട് ഓണപരിപാടി ആഘോഷിച്ചു. എല്ലാവർക്കും ഓണാശംസകൾ. செய்திகளை உடனுக்குடனும் துல்லியமாகவும் தெரிந்து கொள்ள சப்ஸ்கிரைப் பண்ணுங்க.